الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة ولم يخش إلا الله وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, നെറ്റിൽ കൂടിയും റേഡിയോയിൽ കൂടിയും മറ്റും ക്ലാസ് കേൾക്കുന്നതായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുന്നു. കൃത്യമായി നാം കേൾക്കാറുള്ളതായ ഉപദേശങ്ങൾ എന്നിട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താനും നാം ശ്രദ്ധ ചെലുത്തുക. അതിനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്രകാരം തന്നെ 5 വക്ത് നമസ്കാരം നമ്മിൽ നിന്നുള്ള പുരുഷന്മാർ കൃത്യമായി പള്ളിയിൽ വെച്ചിട്ട് ജമാഅത്തോടു കൂടി നമസ്കരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് ഓർത്തുകൊണ്ട് നിർവഹിക്കാനും പാടുപെടുക. അള്ളാഹു സഹായിക്കട്ടെ. നമ്മിൽ നിന്നുള്ള സ്ത്രീകൾ വീട്ടിലാവട്ടെ പള്ളിയിലാവട്ടെ എവിടെയാണെങ്കിലും കൃത്യസമയത്ത് നമസ്കരിച്ച് ഇസ്ലാമിക പർദ്ദയിൽ ചടഞ്ഞൊതുങ്ങി റബ്ബിനെ പ്രീതിപ്പെടുത്താൻ ശ്രദ്ധ ചെലുത്തുക. ഇതിനെല്ലാം അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നടന്നതായ ഖുതുബയിൽ ചർച്ച ചെയ്തതായ സബ്ജക്റ്റ് ഇവിടെ പലപ്പോഴും നാം സാന്ദർഭോചിതമായി ഖുതുബകൾ പ്രാസംഗികന്മാർ ചർച്ച ചെയ്യാറുള്ളതായ വിഷയമാകുമ്പോൾ അത് ഇവിടെ ഇവനും അതുപോലെ വിശദീകരിക്കാറുണ്ട്. അവർ ചർച്ചക്കെടുത്തതായ വിഷയത്തെ അതിൽ നമ്മൾ ഒരു പക്ഷേ അടുത്ത് തന്നെ ചർച്ച ചെയ്ത വിഷയമായിരിക്കാം ഇബ്തിലാ എന്ന വിഷയം, പരീക്ഷണം എന്ന വിഷയം അടുത്ത് തന്നെ ഏതോ ഖുതുബയിൽ പ്രാസംഗികന്മാർ ചർച്ച ചെയ്തത് അനുസരിച്ച് ഇവിടെ ചർച്ചക്കെടുത്തതായി ഓർക്കുന്നു. നമ്മുടെ മതം നമുക്കറിയാവുന്നതുപോലെ പണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ മതമാണ്, ഇറങ്ങിയ ജീവിത രീതിയാണ്, ഇറങ്ങിയ ഖുർആനാണ്, ഇറങ്ങിയ സുന്നത്താണ്, ഇറങ്ങിയ വിധി വിലക്കുകളാണ്. അതിൽ നമുക്ക് കൂട്ടിച്ചേർക്കാനോ കുറക്കാനോ അവകാശം ഇല്ല. അതുകൊണ്ട് നാം ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ, നമ്മുടെ മതം ചർച്ച ചെയ്യുമ്പോൾ മുമ്പ് പറഞ്ഞതോ പറയാത്തതോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളതോ അല്ലേ, നാം എത്ര കണ്ട് ഫിറ്റാക്കിയിട്ടുണ്ട്, നടപ്പാക്കിയിട്ടുണ്ട് ഇല്ലേ എന്നീ കാര്യങ്ങൾ ഓർത്താൽ മതി. അതുകൊണ്ട് തന്നെ ഇന്ന് മക്ക ഇമാം ഡോക്ടർ അൽ മുഅയ്ഖിലി ചർച്ചക്കെടുത്തതായ സബ്ജക്റ്റ് ഇബ്തിലാ ആണ് എങ്കിലും അതൊരു പ്രത്യേക ശൈലിയിൽ അദ്ദേഹം അത് അവതരിപ്പിക്കുകയുണ്ടായി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പ് നമ്മുടെ നേതാക്കൾ, നബിമാരടക്കമുള്ള ധാരാളം നേതാക്കൾ വിട്ടുകടന്നു പോയിട്ടുണ്ട്. അവരിൽ നിന്നിട്ട് ഓരോരുത്തർക്കും ഇബ്തിലാഅത്തുകൾ, പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ മഹാത്മാക്കളുടെ പ്രത്യേകത സാധാരണക്കാരെ പോലെയല്ല. സാധാരണക്കാർ ചിലപ്പോൾ ക്ഷമ വിട്ടു പോകാറുണ്ട്. ക്ഷമ വിടുമ്പോൾ അവരിൽ നിന്നിട്ട് വേണ്ടാത്ത പലതും വന്നു പോകാറുണ്ട്. പക്ഷേ നമ്മുടെ നേതാക്കൾ അങ്ങനെയല്ല. നമുക്ക് പരിചയമുള്ളതുപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഹിസ്റ്ററിയിലൂടെ, മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഹിസ്റ്ററിയിലൂടെ മഹാനായ മഹാത്മാക്കളായ ഈ നബിമാരുടെയും അപ്രകാരം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും അങ്ങനെ ധാരാളം നബിമാരെ കുറിച്ച് ഇന്ന് മക്ക ഇമാം എണ്ണിപ്പറയുകയുണ്ടായി. അവരെല്ലാം പരീക്ഷണ ഘട്ടങ്ങളിൽ വളരെ പ്രസന്നതയോടുകൂടി, വളരെ ഹൃദയ വിശാലതയോടുകൂടി, ഷറഹു സദർ എന്ന പദമാണ് ഇമാം ഉപയോഗിച്ചത്. ഷറഹു സദർ അത് എല്ലാ നബിമാരിലും പ്രകടമാണ്.
അവർക്ക് യാതൊരു പ്രയാസമില്ല. എന്ത് സംഭവിക്കുകയാണെങ്കിലും അത് പുഞ്ചിരി തൂങ്ങി സ്വീകരിക്കലാണ്. നമുക്കറിയാവുന്നതുപോലെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നബിമാരുടെ കൂട്ടത്തിൽ, പണ്ട് കഴിഞ്ഞു പോയതായ നബിമാരുടെ കൂട്ടത്തിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നതായ പല രൂപത്തിലും അള്ളാഹ് പരീക്ഷിച്ച് അവരെത്തിയതായ സ്റ്റാൻഡേർഡ് അതും ഇമാം തുടക്കത്തിൽ ഊന്നി പറഞ്ഞു. നമുക്കറിയാവുന്നതും നാം പറഞ്ഞതുമാണ്. എന്ത്? ഒരു മനുഷ്യൻ അള്ളാഹിലേക്ക് എത്ര കണ്ട് അടുക്കുന്നു അത്ര കണ്ട് പരീക്ഷണങ്ങൾ വർദ്ധിക്കുന്നു. ശ്രദ്ധിക്കുക, ഒരു മനുഷ്യൻ അള്ളാഹിലേക്ക് എത്ര കണ്ട് അടുക്കുന്നു അത്ര കണ്ട് പരീക്ഷണങ്ങൾ വർദ്ധിക്കുന്നു. അത് ആ തോതനുസരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ സത്യവിശ്വാസി എത്ര കണ്ട് അള്ളാഹ് കൽപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്ഖുലു, നിങ്ങൾ പ്രവേശിക്കുക, ഫിസ്സിൽമി, ഇസ്ലാമിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്ന മതത്തിൽ നിങ്ങൾ കടന്നു വരിക, കാഫ, അതിന്റെ എല്ലാ വശത്തിൽ കൂടി കടന്നു വരിക. ഏത്? ഇഷ്ടമുള്ളത് സ്വീകരിക്കാം, അല്ലാ തള്ളാം എന്ന ജൂത ശൈലി പാടില്ല, ക്രിസ്തീയ ശൈലി പാടില്ല. ഖുർആനിന്റെ അല്ലെങ്കിൽ സുന്നത്തിന്റെ അല്ലെങ്കിൽ മതത്തിന്റെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഭാഗങ്ങൾ, സൗകര്യമുള്ള ഭാഗങ്ങൾ, പ്രയാസമില്ലാത്ത ഭാഗങ്ങൾ മാത്രം അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുക, അല്ലാത്തത് വിട്ട് കളയുക, അത് പറ്റൂല. അല്ലാഹു പറയുന്നത് ഉദ്ഖുലൂ, നിങ്ങൾ കടന്നു വരിക, ഇസ്ലാമി, ഇസ്ലാമിലേക്ക്, കാഫ, അതിന്റെ എല്ലാ ഭാഗങ്ങളിൽ കൂടിയും എല്ലാ രൂപത്തിലും അള്ളാഹ് കൽപ്പിച്ച സുന്നത്തോ ഫർളോ അത് നോക്കാതെ രൂപത്തിൽ, വാജിബോ ഷർത്തോ എന്ന് നോക്കാതെ രൂപത്തിൽ, ഇതെല്ലാം അള്ളാഹ് വിധിച്ചത്, റസൂല് കൽപ്പിച്ചത്, ദീനിലുള്ളത്, ഖുർആൻ പറയുന്നത്, സുന്നത്ത് പറയുന്നത്, നമ്മുടെ നേതാക്കൾ ഇവിടെ സ്ഥിരീകരിച്ചത് ഇതാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ കണ്ണു ചിമ്മി നാം എന്ത് ചെയ്യുക? അതിൽ കടക്കുക, അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പാടുപെടുക. അങ്ങനെ പാടുപെടണമെന്ന നിർബന്ധമുള്ള ആൾക്കാരാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നന്നായി പരീക്ഷിക്കുന്ന വിഭാഗം. ആ പരീക്ഷണം എന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തിനെ തംഹീസ് ചെയ്യണം, അഥവാ അദ്ദേഹത്തിനെ കടഞ്ഞെടുക്കണം. എന്തിന്? സ്വർഗവാസിയാക്കാൻ. കാരണം കുറച്ചു കൊല്ലം കൊണ്ട് കോടാന അറ്റമില്ല കോടി സ്വർഗലോകത്തിൽ ജീവിക്കാൻ പോകുന്ന മനുഷ്യനല്ലേ. അപ്പോൾ അതിന് ഒരുങ്ങിയ ആളായി, തയ്യാറെടുത്ത ആളായി മാറണം. അതിനു വേണ്ടി പല നിലക്കും പരീക്ഷണങ്ങൾ വരും. മനസ്സിലായില്ലേ? ഈ പരീക്ഷണങ്ങൾ നബിമാരെ പരീക്ഷിച്ചിട്ട് ആ പരീക്ഷണങ്ങളെ കുറിച്ച് ഇബ്രാഹിമിന്റെ പേരിൽ സൂറത്ത്, സുബ്ഹാനല്ലാഹ്, യൂസുഫിന്റെ പേരിൽ സൂറത്ത്, അങ്ങനെ പ്രധാനപ്പെട്ട പല നബിമാരുടെ പേരിൽ തന്നെ സൂറത്തുകൾ. പിന്നെ മൂസയെ കുറിച്ച് പറയേണ്ടതേ ഇല്ല. മിക്ക സൂറത്തുകളിലും മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് താനും. അപ്പോൾ അവരെല്ലാം പരീക്ഷണങ്ങളെ എങ്ങനെയാണ് നേരിട്ടത്, എങ്ങനെയാണ് സ്വീകരിച്ചത്, അവര് പരീക്ഷണം വന്ന സന്ദർഭത്തിൽ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായതായ ആ ശറഹുസ് സദ്ർ എങ്ങനെയായിരുന്നു, പ്രസന്നത എങ്ങനെയായിരുന്നു, ആ വിശാലത ഹൃദയത്തിൽ എങ്ങനെയായിരുന്നു എന്നീ കാര്യങ്ങൾ സത്യവിശ്വാസികൾ അറിയാനും പഠിക്കാനും അതനുസരിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ അതുപോലെയുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിലും നമ്മുടെ ആ തോതനുസരിച്ച്, നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അള്ളാഹ് നമ്മെ പരീക്ഷിക്കുന്ന സന്ദർഭത്തിൽ അതിനെ നമുക്ക് നേരിടാനുള്ളതായ ചെങ്കൂറ്റം, ഒരുക്കം, തയ്യാറെടുപ്പ് ഉണ്ടാവണം എന്നതാണ്. ഇത് പ്രസംഗത്തിന്റെ അല്ലെങ്കിൽ ഖുത്ബയുടെ തുടക്കത്തിൽ ഡോക്ടർ മാഹിറുൽ മുഅയ്ഖിലി ഇന്ന് മക്കയിൽ ചർച്ചക്കെടുത്തപ്പോൾ പറഞ്ഞ ഭാഗമാണ്. എന്നിട്ടാണ് പിന്നെ നമ്മുടെ നേതാക്കൾ എന്നിട്ട് ഓരോ വ്യക്തികൾക്ക് അനുഭവിക്കേണ്ടി വന്നതായ ചില പ്രയാസങ്ങളിലേക്ക് നബിമാരുടെ ഹിസ്റ്ററി മുൻനിർത്തിയും കൊണ്ട് സൂചന നൽകിയത്. അതിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന് നേരിടേണ്ടി വന്നതായ പരീക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ നമുക്കറിയാവുന്ന തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട സന്ദർഭത്തിൽ മഹാനായ മലക്ക് ജിബ്രീൽ ഇറങ്ങി എന്ന് പറയപ്പെടുന്ന ഹദീസിനെ കുറിച്ച് നാം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ചില പണ്ഡിതന്മാര് ആ ഹദീസിനെ ഹസനാക്കിയിട്ടുമുണ്ട്. അതെന്താണ്? നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ഇബ്രാഹിമിനോട് ചോദിച്ചു. രംഗം എല്ലാവർക്കും പരിചയമുണ്ട് അല്ലേ? പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്താണ് രംഗം? തീ കുണ്ടാരം എന്ന് പറയുന്നത് അവന്റെ നരകം അഥവാ നമ്രൂദിന്റെ നരകം എന്നത് അന്നത്തെ കാലഘട്ടത്തോളം അസാധാരണ ചൂടാണ്. എന്തേ? മാസങ്ങൾ കത്തി ജ്വലിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. എത്രത്തോളം മുഫസ്സിറുകളുടെ അഭിപ്രായത്തിന്റെ സഹായത്തോടു കൂടി നേർച്ചയാക്കാൻ ആരംഭിച്ചു എന്നാണ്. ആര്? ശിർക്ക് പ്രേമക്കാർ. എങ്ങനെ? അവരുടെ കാര്യങ്ങൾ നിറവേറാൻ എന്ത് ചെയ്യും? ആവശ്യങ്ങൾ നിറവേറാൻ എന്ത് ചെയ്യും? ഇത്ര കെട്ട് വിറക് ഇബ്രാഹിമിനെ കത്തിക്കാനെന്ന് നേർച്ചയാക്കും എന്ന്. അങ്ങനെ
അങ്ങനെ കത്തിച്ച് അത് ചൂട് എത്രത്തോളം പറവകളെ കുറിച്ച് തഫ്സീർ പറയുകയാണ്. തഫ്സീറുകളിൽ പറവകളൊക്കെ മീതെ പറക്കാൻ സാധിക്കാതെയായി മാറി, ഇത് അതിന്റെ അന്തരീക്ഷം ചൂടായി മാറിയതിനാൽ എന്നൊക്കെ. ഏതായാലും ഇരിക്കട്ടെ, അള്ളാഹു പറയുന്നത് അങ്ങനെ അവൻ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചതും എന്നിട്ട് മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ആ തീനാളത്തിലേക്ക് അവന്റെ ആ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിറങ്ങും. അവിടെയും മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു, വലിച്ചെറിയാൻ അടുത്ത് ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് പ്രത്യേക യന്ത്രം ഉണ്ടാക്കിയതാണ്. ആ യന്ത്രത്തിൽ കൂടി എന്ത് ചെയ്തു, ദൂരെ നിന്ന് വലിച്ചെറിഞ്ഞു എന്നൊക്കെയാണ്. ഏതായാലും ആ വലിച്ചെറിയുന്ന സന്ദർഭത്തിൽ മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പരീക്ഷണം നോക്കുക. ഇബ്രാഹിം അലൈഹി ഇസ്ലാം മുമ്പിൽ കാണുന്നത് തീയാണ്. തീയിലേക്ക് പോവുകയാണ് എന്നത് മൂപ്പർക്ക് ഉറപ്പാണ്. മൂപ്പർ അള്ളാഹുവിന്റെ ദൂതരാണെന്ന് ഉറപ്പാണ്. മൂപ്പര് കൊണ്ടുവന്നതായ തത്വം അത് ലോകവ്യാപകമാക്കണം. അതിൽ പ്രത്യേകിച്ച് മക്കയിലേക്ക് പോകേണ്ടതുണ്ട്, കാബ കെട്ടേണ്ടതുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി അള്ളാഹുവിന്റെ തീരുമാനമുള്ള ഒരു ലോക നേതാവാൻ പോകുന്ന വ്യക്തിത്വമാണ് ഇബ്രാഹിം. അസാധാരണ വ്യക്തിത്വം. അള്ളാഹ് തന്നെ അവർക്ക് നൽകിയ പേരാണ് എന്ത്? ഖലീലുല്ലാഹ്, അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാം എന്നത്. അങ്ങനെയുള്ള മഹാവ്യക്തിത്വം അവിടെ ഒരു പ്രയാസവും ഇല്ലാതെ അത് അങ്ങനെ തന്നെ വരും പോലെ വരട്ടെ, അള്ളാഹ് വിധിച്ചത് വരട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയതാണ്. ആ എത്തിയ തീരുമാനം അനുസരിച്ചിട്ട് മഹാനായ ജിബ്രീൽ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങളുടെ വല്ല സഹായവും ആവശ്യമുണ്ടോ? അപ്പോൾ മഹാനായ ഇബ്രാഹിമിന്റെ മറുപടി എന്തായിരുന്നു എന്ന് നാം പഠിച്ചു. അമ്മ ഇലൈക ഫലാ, നിങ്ങളിലേക്ക് ഒരു ആവശ്യവുമില്ല. അമ്മ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണെങ്കിൽ ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, അള്ളാഹു എനിക്ക് മതി, അവനാണ് ബരമേൽപ്പിക്കാൻ പറ്റിയവൻ എന്ന ആ പദം അവിടെ ഉപയോഗിച്ചു എന്നതാണ്. ഇത് മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ കൂടി ലോകം കണ്ടതായ കാഴ്ച. ഖുർആൻ പറയുന്നു, എന്ത്? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന് നിങ്ങൾ തണുപ്പായി മാറൂ എന്ന് നാം തീയോട് കൽപ്പിച്ചു. തണുപ്പ് എങ്ങനെ തണുപ്പാണ്? തണുപ്പും അതിൽ വിട്ട് കളയുന്ന മരം കോച്ചുന്ന തണുപ്പായാൽ അദ്ദേഹത്തിന് വിഷമിച്ചു പോകും. അതുകൊണ്ട് ബർദൻ വസലാമൻ, തണുപ്പ് രക്ഷയോടുകൂടിയുള്ള തണുപ്പ്. എയർ കണ്ടീഷൻ നമ്മുടെ ഭാഷയിൽ അല്ലേ? എയർ കണ്ടീഷൻ, അതായത് എയർ കണ്ടീഷനായി മാറാന്നുള്ളതാണ്. ആ രൂപത്തിലാക്കി മാറ്റാൻ അള്ളാന്റെ ഓർഡർ വന്നു. അപ്പോൾ അന്തരീക്ഷം വരെ പറവകളെ കത്തിച്ച് കളയുന്നതായ തീ ഇബ്രാഹിമിന് എന്താണ്? എയർ കണ്ടീഷനാക്കി മാറ്റി. എപ്പോൾ അവരെ സ്വീകരിക്കേണ്ടതായ, അതുകൊണ്ട് ശ്രദ്ധേയം ഇവിടെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പറയൽ അനിവാര്യമായ ഭാഗമാണ്. ഈ ഷഹീദ് ഇസ്ലാമിന് വേണ്ടി അവന്റെ ശരീരത്തെ ആഹൂതി ചെയ്യുന്ന ആളാണല്ലോ, അല്ലെ? ശരീരത്തെ അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അള്ളാഹ്ക്ക് വേണ്ടി ആഹൂതി ചെയ്യുന്നു, വിട്ടുകൊടുക്കുന്നു, സമർപ്പിക്കുന്നു. ഈ സമർപ്പിക്കുക എന്ന ആ തീരുമാനം, ആ ഒരുക്കം, അതുകൊണ്ട് തന്നെ അവന് ചില ഹദീസുകളിൽ കാണുന്നു എന്ത്? ഷഹീദിന് അവൻ നമ്മുടെ ദൃഷ്ടിയിൽ കൊല്ലപ്പെടുന്നു, ചിഹ്നമാക്കപ്പെടുന്നു. ഒരു വേദന ഉണ്ടാവില്ല. കാരണം അവന് ഒരുക്കത്തിലുള്ളതായ പ്രതിഫലമാണ് എന്ത്? ആദ്യത്തെ വെട്ടുകൊള്ളുമ്പോൾ ചോര ആദ്യത്തെ തുള്ളി താഴെ വീടുമ്പോൾ അതിലൂടെ അദ്ദേഹത്തിന്റെ സർവ്വ പാപങ്ങളും പൊറുക്കപ്പെട്ടു എന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും എന്റെ മുമ്പിൽ അന്ത്യവിഷമം കൊടുത്തവരുമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി കൂട്ടിച്ചേർത്തു. ഇല്ലദ്ദൈൻ, കടമൊഴിച്ച് ബാധ്യത ഒഴിച്ച്. ബാധ്യത ഷഹീദിനാണെങ്കിലും അത് കൊടുത്താലേ തീരൂ എന്നർത്ഥം. ബാധ്യത കൊടുക്കണമെന്ന നിർബന്ധമുള്ള, എന്നിട്ട് കൊടുക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ദാരിദ്ര്യനാണെങ്കിൽ ഒഴിച്ച്. അങ്ങനെയുള്ളവർക്ക് വേറെ ഹദീസുകളിലൂടെ എന്തുണ്ട്? പ്രതിവിധികളുണ്ട്. അല്ലാതെ കരുതിക്കൂട്ടി മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ബാധ്യത കൊടുക്കാതെയാണെങ്കിൽ മരിക്കുന്ന സമയത്തിൽ ഓർഡർ കൊടുക്കണം. നമ്മുടെ ബാധ്യതയാണ് ഏത്? സൂറത്തുൻ നിസ പരിശോധിച്ച് നോക്കൂ. സൂറത്തുൻ നിസയുടെ തുടക്കത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തരാവകാശികളുടെ അവകാശം പറഞ്ഞതല്ലേ? ഓരോ അനന്തരാവകാശികൾക്കുള്ള അവകാശങ്ങളൊക്കെ പറയുമ്പോൾ വസിയ്യത്തില്ലെങ്കിലും വസിയ്യത്ത് ഒഴിവാക്കിയിട്ട് പിന്നെന്താ പറഞ്ഞത്? കടം ഒഴിവാക്കിയിട്ട്. എന്താ പറഞ്ഞത്? അവകാശം ഓഹരി വെക്കേണ്ടത് മൂപ്പരുടെ വസിയ്യത്ത് ഒഴിവാക്കിയിട്ടും പിന്നെ മൂപ്പര് കൊടുക്കാനുള്ള
കടം ഒഴിവാക്കിയിട്ട് ഇത് തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് നാം നിറവേറ്റേണ്ട ഭാഗമാണ്. വസിയത്ത് ശർഈ വസിയത്താണ് എന്നല്ലാതെ 3-ലധികം അദ്ദേഹം വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപ്പാക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് അവകാശം എത്രയാണ് അദ്ദേഹത്തിന്റെ സമ്പത്തിൽ മറ്റുള്ളവർക്ക് വസിയത്ത് ചെയ്യാൻ? 1/3 ഭാഗം മാത്രം. അവന്റെ സമ്പത്ത് 3 മില്യൺ ആണെങ്കിൽ 1 മില്യൺ മാത്രമേ വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. അതും ആർക്ക് പാടില്ല? സ്വന്തം മക്കൾക്ക് പാടില്ല, അനന്തരാവകാശികൾക്ക് പാടില്ല. അനന്തരാവകാശികളല്ലാത്തവർക്കാണ് വസിയത്ത്. മനസ്സിലായില്ലേ? നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചതായ ആ മഹാപരീക്ഷണത്തിൽ അവര് അവസാന നിമിഷം വരുമ്പോൾ എന്താണ് പറഞ്ഞത്? ഖുൽനാ, നാം പറഞ്ഞു, ഏ തീയേ കുനീ ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അദ്വൈത സിദ്ധാന്തക്കാരായ തരീഖത്തിന്റെ ഷെയ്ഖിന്റെ ഉടമകൾ എന്ന് പറയുന്ന അമിത സൂഫീസത്തിന്റെ ഉടമകളുടെ തത്വം, ഇവിടെ നടക്കുന്നതായ സംഭവത്തിന്റെ പേക്കിൽ പ്രവർത്തിക്കുന്ന മഹാത്മാക്കളെല്ലാം അള്ളാന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇബ്രാഹിമും അള്ളാന്റെ ഭാഗമാണ്, ആദമും അള്ളാന്റെ ഭാഗമാണ്, നബിമാരൊക്കെ അള്ളാന്റെ ഭാഗമാണ്, അള്ളാഹിലേക്ക് അടുക്കുന്നവരൊക്കെ അള്ളാന്റെ ഭാഗമാണ്. അതുകൊണ്ട് അവരുടെ സ്വന്തം നഫ്സിൽ തന്നെ ഇലാഹിനെ മനസ്സിലാക്കുന്നു, ഞാൻ ഇലാഹിന്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആണ് അൽഫിലാം ഇല്ലാത്തതായി ഇബ്നു അറബി പറഞ്ഞത്, മാഫിൽ ജുബ്ബത്തി ഇല്ലല്ലാ, ഞാൻ ധരിച്ചതായ കോട്ടിന്റെ അകത്ത്, ഡ്രസ്സിന്റെ അകത്ത് അല്ലാതെ മറ്റാരുമില്ല. എന്തേ നിങ്ങൾ ഇത് പറയുന്നത്? ഇതുമായിട്ട് ബന്ധമില്ലല്ലോ വിഷയത്തിൽ എന്ന് പറഞ്ഞേക്കാം. ഉണ്ട്. എന്തേ? ഇങ്ങനെയുള്ളതായ ചരിത്രങ്ങൾ പറയുമ്പോൾ നാം പരിശോധിച്ചു നോക്കുക. കേരളത്തിൽ വ്യാപകമായ, ഇന്ത്യയിൽ ആസകലം വ്യാപകമായ, അതുപോലെ ഈജിപ്തിൽ വ്യാപകമായ, അപ്രകാരം ഇറാഖിലും ഇറാനിലും തുർക്കിയിലും വ്യാപകമായ, ആഫ്രിക്കയിൽ വ്യാപകമായ കെട്ടുകഥകൾ, അതാത് കാലഘട്ടത്തിൽ ജീവിക്കുന്നതായ അവർ ഔലിയാക്കന്മാരെന്ന് പറയുന്ന ഒന്നൊരിക്കലോ തോന്നിവാസിയോ കള്ളു കുടിക്കുന്ന ആളോ അല്ലെങ്കിൽ കഞ്ചാവ് തിന്നുന്ന ആളോ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല ആളായിരിക്കാം. അങ്ങനെയുള്ള വിഭാഗത്തെ കുറിച്ച് നൂലാമാലകളുണ്ട്. നമ്മുടെ നാട്ടിൽ പാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. മൗലൂദിന്റെ പേരിൽ, റാത്തീബിന്റെ പേരിൽ അവകളിലെല്ലാം കയറിക്കൂടിയിട്ടുണ്ട്. എന്ത്? ഈ സംഭവങ്ങൾ നടന്നപ്പോൾ ഇബ്രാഹിമിനെ രക്ഷിക്കുമ്പോൾ അവിടെ മൊഹീദ്ദീൻ ശൈഖിനെ ബഹുമാനിക്കുന്ന ആളാണെങ്കിൽ ഞങ്ങൾ മൊഹീദ്ദീൻ ശൈഖ് ഇബ്രാഹിമിന്റെ തലപ്പത്തുള്ളത് കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന് പറയുന്നത് കാണാം. അതുപോലെ തന്നെ ഇത് സുഡാനിലുള്ളവരാണെങ്കിൽ എനിക്ക് അനുഭവമാണ്, എന്തെങ്കിലും പറയല്ല. സുഡാനിൽ നിന്നിട്ട് ഡോക്ടറേറ്റ് എടുത്തതായ എന്നെ പോലത്തതായ അധ്യാപകന്മാർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്ത കാലഘട്ടത്തിൽ നേർക്ക് നേരെ അവരുടെ നാട്ടിലുള്ളതായ അനാചാരങ്ങൾ പറഞ്ഞു തന്നപ്പോൾ കേരളത്തിനെ പോലെ അവിടെയും അതേ അനാചാരം, അവിടെയും അതേ പാട്ട്, പേര് മാറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പേര് മൊഹീദ്ദീനെ പറയുന്നുണ്ടെങ്കിൽ റഹ്മത്തുള്ളാഹി അലൈഹി, മൊഹീദ്ദീൻ ശൈഖിനോടല്ല നാം വെറുപ്പ് പ്രകടിപ്പിക്കുന്നത്, അത് പറഞ്ഞു നടക്കുന്നതായ വിഭാഗത്തോടാണ്. മൊഹീദ്ദീൻ ശൈഖിനെ പറയുന്നുണ്ടെങ്കിൽ അവിടെ മറഇന്റെ പേരോ മഹദിന്റെ പേരോ പ്രത്യേക ശൈഖന്മാർ അവർക്കുണ്ട്, അവരുടെ പേര് പറയും. എന്നിട്ട് ആ പേരിൽ പറഞ്ഞിട്ട് ഇതേ പദ്യം അവിടെയും, എന്ത്? ഞങ്ങളുടെ ശൈഖായ മറഇയോ അല്ലെങ്കിൽ മഹദിയോ അല്ലെങ്കിൽ ബദവിയോ ആ ഇബ്രാഹിമിന്റെ തലപ്പത്തിരിക്കുന്നില്ലെങ്കിൽ ഇബ്രാഹിം കരിഞ്ഞിരിക്കുന്നേനെ. എന്താ അല്ലാഹ് പറയുന്നത്? ഖുൽനാ, നാം പറഞ്ഞു. എന്ത് പറഞ്ഞു? യാ നാറു, തീയേ, കൂനി, നീ ആവുക, ബർദൻ വസലാമ, രക്ഷയുള്ള തണുപ്പായി മാറുക, അല ഇബ്രാഹിം, ഇബ്രാഹിമിന് വേണ്ടി. വഅറാദു ബിഹി കൈദൻ ഫജഅൽനാഹുമുൽ അഖ്സരീൻ, ആ ഇബ്രാഹിമിനെ ചതിക്കാനും വഞ്ചിക്കാനും ശിക്ഷിക്കാനും അവർ ഉദ്ദേശിച്ചെങ്കിലും അവരുടെ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളെ നാം പരാജയപ്പെടുത്തി കളഞ്ഞു. ഖുർആൻ ഇപ്പോൾ മനസ്സിലായോ? നമ്മുടെ ഖൗം ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നതായ ദയനീയ രീതി കേരളത്തിലാവട്ടെ ലോകത്തിന്റെ നാനാതൂണിലാവട്ടെ. അതുകൊണ്ട് മക്ക ഇമാമ് പ്രസംഗത്തിന്റെ സമാപനത്തിലും മദീന ഇമാമ് പ്രസംഗത്തിന്റെ ഖുതുബയുടെ മധ്യത്തിലും ലോകത്തോട് ആഹ്വാനം ചെയ്തതാണ്, രക്ഷ വേണമോ, ഭരണകൂടം വേണമോ, ആധിപത്യം വേണമോ, നഷ്ടപ്പെട്ടു പോയ നാടുകൾ മടങ്ങി കിട്ടണമോ, നമുക്ക് അന്തസ്സും അഭിമാനവും മടക്കിയെടുക്കണമോ, നമുക്ക് ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ വിജയ പതാക ലോകത്ത് പറപ്പിക്കാനുള്ള പരിശ്രമം വേണമോ? എന്നാൽ ഇവിടെ ഈ പരീക്ഷിക്കപ്പെട്ട നേതാക്കളായ ഇബ്രാഹിമിന്റെ ബാക്കിൽ അവർ കൊണ്ടുവന്ന തൗഹീദിന്റെ ബാക്കിൽ, റസൂലുള്ളാഹിന്റെ ബാക്കിൽ അവർ കൊണ്ടുവന്ന തൗഹീദിന്റെ ബാക്കിൽ അണിനിരന്നാലേ രക്ഷയുള്ളൂ
ഇന്നമാ യഅമുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅഖാമസ് സ്വലാത വആതസ് സകാത വലം യഖ്ശ ഇല്ലല്ലാഹ് ഫഅസാ ഉലൈക അൻ യകൂനൂ മിനൽ മുഹ്തദീൻ. അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ അർഹപ്പെട്ടവരാരാണ്? അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏകദൈവ വിശ്വാസികൾക്ക് മാത്രമാണ്. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വസിക്കണം. നമസ്കരിക്കണം. സകാത്ത് കൊടുക്കണം. അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരു മഖ്ലൂഖിനെയും ഭയപ്പെടാൻ പാടുള്ളതല്ല. മഖ്ലൂഖിനെ അല്ല, ഖാലിഖിനെ മാത്രമേ ഭയപ്പെടാൻ പാടുള്ളൂ. ഈ രൂപത്തിലാണ് പള്ളി പരിപാലിക്കുന്നവരാണെങ്കിൽ അവർ സന്മാർഗികളാവുക തന്നെ ചെയ്യും. അജഅൽതും സിഖായത്തൽ ഹജ്ജ് വഇമാറത്തൽ മസ്ജിദിൽ ഹറാമി കമൻ ആമന ബില്ലാഹ്. മക്കക്കാരോട് ചോദിക്കുകയാണോ, നിങ്ങൾ മനസ്സിലാക്കിയത് കഅബത്തിന്റെ പരിപാലനം ഏറ്റെടുത്താൽ, സംസം ഊറ്റിക്കോൽ ജനങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക എന്ന പരിപാടി ഏറ്റെടുത്താൽ, ആ മക്കത്ത് ചെയ്യേണ്ടതായ ഹാജിമാരുടെ സേവനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കിട്ടുമെന്നോ? ഒരിക്കലുമല്ല. മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ മുസ്ലിങ്ങളോട് നിങ്ങൾ മക്കക്കാരെ തുല്യരല്ലേ? അല്ല. ഇതാണ് മെയിൻ പോയിന്റ്. ഈ പോയിന്റിലേക്ക് എത്തണം. ഈ പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാലോ നൂലാമാലകൾ 200 കൊല്ലം 300 കൊല്ലം 400 കൊല്ലം കൂടി വന്നാൽ 700 കൊല്ലം പഴക്കമുള്ളതായ ജന്മദിനാഘോഷങ്ങളും മരണദിനാഘോഷങ്ങളും തോന്നിവാസങ്ങളും അനാചാരങ്ങളും വിദാത്തുകളും ഇതെല്ലാം സിറിയയിൽ നിന്നിട്ടാവട്ടെ, ലീബിയയിൽ നിന്നിട്ടാവട്ടെ, ട്യൂണീഷ്യയിൽ നിന്നിട്ടാവട്ടെ, ഇന്ത്യയിൽ നിന്നിട്ടാവട്ടെ, ഈജിപ്തിൽ നിന്നിട്ടാവട്ടെ, ഇറാഖിൽ നിന്നിട്ടാവട്ടെ, തുർക്കിയിൽ നിന്നിട്ടാവട്ടെ, സുഡാനിൽ നിന്നിട്ടാവട്ടെ, എവിടുന്നാണെങ്കിലും മുസ്ലിങ്ങളുള്ള സ്ഥലത്തൊക്കെ കണ്ടില്ലേ, അഭിമാനമാണ്. മഹാനായ റസൂലുള്ളാഹിന്റെ വാക്ക്, ലോകത്തിൽ എവിടെയെല്ലാം സൂര്യന്റെ വെളിച്ചമെത്തുന്നു, എവിടെയെല്ലാം സൂര്യൻ ഉദിച്ചുകൊണ്ട് അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു, അവിടെയെല്ലാം ഈ ഇസ്ലാം എത്തുക തന്നെ ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അത് എത്തിക്കഴിയുകയും ചെയ്തു. ഈ എന്റെ ഭാഷയിൽ കണ്ടില്ല, പഠിച്ചില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറയാനുള്ള ഒരു ചുറ്റുപാടും ഇന്നത്തെ യുഗത്തിലില്ല. ഈ വാട്സാപ്പ് യുഗത്തിൽ, ഈ നെറ്റ് യുഗത്തിൽ സത്യം ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ, സത്യം ഉൾക്കൊള്ളാനുള്ള മാധ്യമങ്ങൾ. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അള്ളാഹ്ക്ക് മാത്രമാണ് നേർച്ചയാക്കേണ്ടത്, അള്ളാഹിനെ മാത്രമാണ് ഭയപ്പെടേണ്ടത്, അള്ളാഹിലേക്ക് മാത്രമാണ് ബലമേൽപ്പിക്കേണ്ടത്, തവക്കുലാക്കേണ്ടത്. അവന് മാത്രം ജീവിതം മരണം, അവന്റെ വിധി വിലക്കുകൾ മാത്രമാണ് ഇവിടെ ഭരണകൂടത്തിലും നിയമാവലിയായിട്ട് നമ്മുടെ വ്യക്തി സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തിലും മുസ്ലിം സമുദായം നടപ്പാക്കേണ്ടത് എന്ന കാര്യം ലോകവ്യാപകമായി കിടക്കുന്ന ലോകഭാഷകളിൽ പരിഭാഷകൾ ഇപ്പോൾ വ്യാപകവും ആണ്. അതുകൊണ്ട് അറിഞ്ഞില്ല എന്ന് പറയാനുള്ള ചുറ്റുപാട് ഇല്ലേ ഇല്ല. മദീന ഇമാം പറഞ്ഞ ഭാഗമാണ് ഞാൻ അവസാനം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ, ഒരു വിഭാഗം ശക്തിയുള്ള വിഭാഗം ശക്തി കുറഞ്ഞ വിഭാഗത്തെ നശിപ്പിക്കാനും ഉന്മൂലനം ചെയ്യാനും ശ്രദ്ധിക്കുന്ന വേളയിൽ അള്ളാഹു ബാലൻസ് ശരിയാക്കിയ ആ ബാലൻസ് ഇവിടെ ശക്തികൾ ആദ്യം ശരിയാക്കണം. അള്ളാഹിന്റെ ബാലൻസ് എന്താണ്? ഈമാൻ ആരുടെ കൂടെയുണ്ട് എന്നതാണ്. ബഹുഭൂരിപക്ഷം ആരുടെ കൂടി ഉണ്ട് എന്നതല്ല. ഈമാൻ ആരുടെ കൂടെയുണ്ട്? 313. ഇന്ന് മക്ക ഇമാമ് പറഞ്ഞു 3000 പേര് മാത്രം ഖന്ദഖ് യുദ്ധത്തിൽ, 3000 പേര് മാത്രമുള്ള ഖന്ദഖ് യുദ്ധത്തിൽ അവിടെ 10,000 അല്ലെങ്കിൽ 40,000 രണ്ടഭിപ്രായമുണ്ട്. 10,000 അവരുടെ ട്രിബിൾ പട്ടാളത്തോടാണ് പോരാടുന്നത്. ആ പോരാടിയപ്പോൾ അള്ളാന്റെ നോട്ടം അവരുടെ കൂടെ ശക്തിയില്ല എന്നാണ് കാഴ്ച. ആരുടെ കൂടെ? മുസ്ലിങ്ങളുടെ കൂടെ ശക്തിയില്ല. മുസ്ലിങ്ങളുടെ നേതാവിന്റെ കൂടെ തന്നെ പള്ളയിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ട് പള്ളയിൽ കെട്ടിയിരിക്കുകയാണ്. അങ്ങനെയുള്ള രംഗമാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഇമാം പറയുന്നു, പുഞ്ചിരി തൂങ്ങി അവരോട് പറയുകയാണ്, വിജയം നമുക്കാണ്. അപ്പോൾ കപട വിശ്വാസികൾ പറയാണ്, ഇന്ന ബുയൂതന ഔറ, അവര് ഞങ്ങളുടെ വീടൊക്കെ അരക്ഷിതാവസ്ഥയിലാണ്, ഇവിടെ നിങ്ങൾക്ക് കാശിക്കാൻ പോകാൻ പറ്റുന്നില്ലല്ലോ, മൂത്രിക്കാൻ പോകാൻ പറ്റുന്നില്ലല്ലോ, എന്നിട്ട് ഞങ്ങൾക്ക് വിജയം എന്ന് പറയാ നിങ്ങളെ നബി? ആക്ഷേപിക്ക, ശകാരിക്ക, ചീത്ത പറയാ, പരിഹസിക്ക. കണ്ടില്ലേ റസൂലുള്ളാഹിന്റെ മറുപടി എന്താണ്? അല്ല,
ഞങ്ങൾ നിങ്ങൾ ഈ കാണും പോലെ വിചാരിക്കും പോലെയല്ല. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനമാകുന്ന ഖന്തഖ് ഉണ്ടല്ലോ, ആ കടങ്ങ് മാത്രം കുഴിച്ചതിന്റെ ശേഷമുള്ള വിജയമല്ല, മറിച്ച് വിശുദ്ധ കഅബത്തെ മക്കയെ ഞങ്ങൾ കീഴടക്കും. എന്നിട്ട് മക്കയിൽ ഞങ്ങള് ആ കഅബത്തിന്റെ അകത്തുള്ള കാത്താക്കോൽ ഞാൻ ഈ കൈ കൊണ്ട് വാങ്ങും. എന്നിട്ട് ആ കഅബത്തെ തുറക്കും. എന്നിട്ട് ആ കഅബത്തിന്റെ അകത്തുള്ള ബിംബങ്ങളെ ഞാൻ തകർത്തും. എന്നിട്ട് ഈ തൗഹീദിനെ അവിടെ ഞാൻ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ സദഖ വഅദ നസറ അബ്ദ ഹസമൽ അഹ്സാബ വഹദ എന്ന് ഞാൻ പറയുമെന്ന സന്തോഷ വാർത്ത. അതിന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഇത് ഹിജ്റയുടെ 4-ാമത്തെ വർഷമാണ് മദീനയിൽ നടക്കുന്നത്. ഹിജ്റയുടെ 8-ാമത്തെ വർഷമാണ് റസൂലുള്ള മക്കയിലേക്ക് ചെല്ലുന്നത്. ആ ചെല്ലുന്ന സംഭവത്തിലേക്ക് റസൂലുള്ള സൂചന നൽകുകയാണ്. അവിടെ നിങ്ങൾ പോകും, നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, നിങ്ങൾ പരിഹസിച്ചാലും പരിഹസിച്ചില്ലെങ്കിലും, യഥാർത്ഥത്തിൽ സത്യം ഇത് പുലരുക തന്നെ ചെയ്യും. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. കപട വിശ്വാസികളായ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുനാഫിഖീങ്ങളും മുശ്രിക്കീങ്ങളും വെറുത്താലും ശരി, ആ അല്ലാഹു ഉദ്ദേശിച്ച വിജയം പുലരുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ള പറഞ്ഞു തീർന്നല്ല. റസൂലുള്ള തുടരുകയാണ്. റോമൻ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തെ ഞാൻ കീഴടക്കും, പേർഷ്യക്കാരുടെ കൊട്ടാരത്തെ ഞാൻ കീഴടക്കും എന്ന് അതേ ഖന്തഖിൽ വെച്ചിട്ട് പട്ടിണി കിടക്കുന്ന സന്ദർഭത്തിൽ കാറ്റിക്കാനും മൂത്രിക്കാനും പോകാൻ പറ്റാത്തതായ യുഗം അല്ലെങ്കിൽ സന്ദർഭമായിരുന്നു അത്. അങ്ങനെയുള്ള വേളയിൽ പോലും ആ വാക്ക് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമാധാനിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ വരുന്ന വേളയിൽ പരീക്ഷണത്തെ നേരിടുന്നത് പുഞ്ചിരിയിൽ കൂടി എന്നതാണ് നാം നേതാക്കളിൽ കണ്ടത്. മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് എന്ന മഹാസഹാബി അവിടെ റസൂലുള്ള പൊതച്ച് മസ്ജിദുൽ ഹറാമിന്റെ കഅബയുടെ പരിസരത്തിൽ ഇരിക്കുകയാണ്. പോയി പറഞ്ഞു, ഞങ്ങൾ മഹാപ്രയാസത്തിലാണ്, അടിയും ഇടിയും ചാട്ടുളിയും കൊണ്ട് ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഈ മക്കക്കാരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. രക്ഷയില്ല, ഒന്ന് നിങ്ങൾക്ക് കഅബത്തിന്റെ പരിസരത്തിൽ അല്ലാഹുവോട് ചോദിച്ചൂടെ? റസൂലുള്ളാഹിയുടെ മറുപടി എന്താണ്? നിങ്ങൾ ധൃതി കൂട്ടാണ് കേട്ടോ. അപ്പോൾ നേതാക്കളെ പോലെയല്ല പ്രജകളിൽ നിന്നിട്ട് പലപ്പോഴും പലതും അനുഭവിക്കാൻ സാധിച്ചോളമെന്നില്ല. നേതാക്കൾ അങ്ങനെയല്ല. അവർക്കറിയാം എന്ത് സംഭവിച്ചാലും അള്ളാന്റെ വാഗ്ദാനം പുലരുക തന്നെ ചെയ്യും. സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ. ആ ജനാവലി പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യും. അതാണ് നാം ഖന്തഖിൽ കണ്ടത്. അവർ 10,000 എന്ത് പ്രയോജനം? നാം ഇവിടെ ഇതേ ക്ലാസ് ഞാൻ ഇവിടെ വിശദീകരിച്ചു. അവർ പിന്തിരിഞ്ഞോടിയതായ ഓട്ടം, അതിൽ ഏറ്റവും പ്രയാസമുണ്ടായ ഇത് ഇസ്തദ്ദി അസ്മതു തംഫരിജി എന്ന് കവി പറഞ്ഞതുപോലെ, ഇസ്തദ്ദി അസ്മതു തംഫരിജി, നീ പ്രയാസമേ നീ ശക്തിയാവൂ, നീ ശക്തിയിൽ ഉത്തുംഗശൃംഗത്തിലേക്ക് എത്തുമ്പോഴാണ് നീ എന്ത് സംഭവിക്കുക? അത് പ്രയാസം തീരുന്ന ലളിത ശൈലിയായി മാറുക എന്നത്. അതേ പദം നാം ഫിറ്റാകുന്നതായിട്ട് കണ്ടു. റസൂലുള്ളാഹിന്റെ പ്രയാസം വർദ്ധിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് റസൂലിനും സഹാബത്തിനും അവിടെ അനുഭവിക്കേണ്ടി വന്ന പ്രയാസം. ഒന്നാമത് ഭക്ഷണമില്ല, ആയുധശേഷിയില്ലെങ്കിൽ പട്ടാളശേഷിയില്ല. ഈ സന്ദർഭത്തിലാണ് മക്കക്കാരും ഖത്ഫാനികളും ഖൈബറുകാരും റിയാദികളും അല്ലെങ്കിൽ നജിദുകാരും എല്ലാവരും വളയുന്നത്. റസൂല് പണ്ട് തന്നെ മദീനയിലേക്ക് വന്ന ഉടനെ യുദ്ധമില്ലാ കരാറിൽ ഒപ്പിട്ടു. ആരോട്? ജൂതന്മാരോട്. ആ ജൂതന്മാർ റസൂലുള്ളാഹിയോട് എന്ത് ചെയ്തു? രഹസ്യമായി മക്കക്കാരുമായി എന്ത് ചെയ്തു? എഗ്രിമെന്റ് നടത്തി. റസൂലുമായി നടത്തിയ എഗ്രിമെന്റ് ക്യാൻസലാക്കി. വിശ്വാസവഞ്ചകന്മാർ. ഇത് റസൂലുള്ളാഹിന്റെ കാതിലേക്ക് കേട്ടപ്പോൾ ഉറപ്പാക്കാൻ വേണ്ടി 2 സഹാബാക്കളെ അയച്ചു. 2 സഹാബാക്കൾ പോയി വാർത്ത അറിഞ്ഞു. എന്തേ? അവർ റസൂലുള്ളാഹിന്റെ കസ്റ്റഡിയിൽ ജീവിക്കുന്ന റസൂലാണ് കഫീൽ. അവരൊക്കെ ഇവിടെ ഹലീഫ് അന്നത്തെ ഭാഷയിൽ റസൂലുള്ളാഹിന്റെ കസ്റ്റഡിയിലാണ് അവർ ഈ നാട്ടുകാരല്ല. ആര്? ജൂതന്മാർ. അവർ കോട്ട കെട്ടി താമസിക്കുകയാണ്. അവരുടെ എല്ലാ നിർഭയത്വം ഏറ്റെടുത്ത ആളാണ് റസൂല്. ഇതൊക്കെ ഉള്ളതോടുകൂടി അവരെന്ത് ചെയ്തു? വഞ്ചിച്ചു, ചതിച്ചു, മക്കക്കാരോട് സഹായം പ്രഖ്യാപിച്ചു. അപ്പോൾ എവിടെ എത്തി റസൂലുള്ളാഹിന്റെ സ്ഥിതി? മദീനയുടെ എല്ലാ അരമന രഹസ്യങ്ങൾ, തന്ത്രപ്രധാനമായ മുക്കുമൂലകൾ അറിയുന്ന ആളാണ് ആര്? ജൂതന്മാർ അല്ലെ? അങ്ങനെയുള്ള ജൂതന്മാര് റസൂലുള്ളാഹിനോട്
ഉള്ളതായ ആ എഗ്രിമെന്റ് ലംഘിച്ചു, പാലിച്ചില്ല. എതിര് മക്കക്കാരോട് സഹായം പ്രഖ്യാപിച്ചു. അപ്പോഴോ യുദ്ധത്തിൽ വിജയിക്കാൻ വല്ല പഴുതുണ്ടോ, വല്ല പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷയുമില്ല. അതാണ് ഇഷ്തദ്ദി അസ്മതു തൻഫരിജി എന്ന് പറയുന്ന ആ അറബിയൻ ശൈലി റസൂലിൽ അവിടെ ഫിറ്റാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർഭത്തിൽ രണ്ടാളെ അയച്ചിട്ട് വാർത്ത ശരിയാണോ അല്ലേ, അവർ നമ്മോട് കൂറുമാറിയോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ആൾക്കാരെ വിട്ടു. രണ്ടുപേരും പോയി മടങ്ങി വന്നിട്ട് പറഞ്ഞു, അതിൽ മഹാനായ സഅദുണ്ട്. ആ സഅദ് റളിയല്ലാഹു തആല ആ സന്ദർഭത്തിലായിരുന്നു. അഥവാ അവർ വഞ്ചിച്ചു എന്ന് കണ്ടപ്പോൾ അയാൾ അവരുടെ കഫീലാണ്. ഹസ്റജി ഗോത്രക്കാരുടെ ജൂതന്മാരുടെ കഫീലാണ് അദ്ദേഹം ഈ വഞ്ചിച്ച വാർത്ത, വഞ്ചനയുടെ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഏറുകൊണ്ടപ്പോൾ, അദ്ദേഹത്തിന് കുത്തേറ്റപ്പോൾ അദ്ദേഹം അള്ളാഹുവോട് പറഞ്ഞു, റബ്ബേ എന്നെ മരിപ്പിക്കരുത്, ഏതുവരെ എന്റെ ദാഹം തീരണം. ഇവർക്ക് എന്ത് സംഭവിച്ചു? എന്നെ വഞ്ചിച്ച, എന്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിച്ച ഈ വഞ്ചകന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നത് ഞാൻ കാണാതെ എന്നെ മരിപ്പിക്കരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാവ്യക്തിയുടെ പ്രാർത്ഥന സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ സുബ്ഹാനല്ലാഹ് വരീദാണ് പൊട്ടിയത്. വരീദ് പൊട്ടിയ മനുഷ്യൻ മരിക്കും, ഉടനെ മരിക്കും. കാരണം നാം അറക്കുമ്പോൾ മുറിക്കേണ്ടതായ ആ ഞരമ്പിന്റെ പേരാണെന്ത്? വരീദ് ഞരമ്പ്. അത് മുറിഞ്ഞാൽ മനുഷ്യൻ ഏത് ജീവുള്ള സാധനവും മരിക്കും. അതാണ് കട്ടായിട്ടുള്ളത്. ആ കട്ടായ സാധനത്തെ അള്ളാഹു പിടിച്ചു നിർത്തി, ചോരയെ കട്ടാക്കി. എത്ര ദിവസം വരെ? ഇവരോട് ശിക്ഷ നടപടികൾ മുസ്ലിങ്ങൾ കൈകൊണ്ട് പകരം ചോദിക്കുന്ന സന്ദർഭം, അതിനുള്ള വിധി മഹാനായ സഅദിന്റെ നാവിൽ കൂടി അർശ് കിട്ടുകിട്ട് വിറച്ച, ആ മരിച്ചപ്പോൾ അർശ് വിറച്ച സഹാബിയാണ് സഅദ് ഇബ്നു മുആദ് അല്ലേ? സഅദ് ഇബ്നു എന്താ നമ്മൾ പറഞ്ഞത്? അല്ലല്ല, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ആ സംഭവം നടന്നതായ വേളയിൽ നിങ്ങൾ പറഞ്ഞ വ്യക്തി മുഹാജിറാണ്. നാം ചർച്ച ചെയ്യുന്ന വ്യക്തി ആരാണ്? അൻസാരിയാണ്. നാം ആജിമാരോട് പറയാറുണ്ട്, ഉമർക്കാരോട് പറയാറുണ്ട്, ഇദ്ദേഹത്തിന് എത്ര വയസ്സായി ഇസ്ലാമിൽ? കഴിഞ്ഞ ക്ലാസ്സിലൂടെ പറഞ്ഞു, ഏതോ ക്ലാസ്സിൽ എത്ര വയസ്സാണ്? 5 വയസ്സ് അല്ലെങ്കിൽ 6ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോഴാണ് ഈ സ്റ്റാൻഡേർഡിലേക്ക് മൂപ്പരെത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മഹാപ്രയാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വാർത്ത കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? സുബ്ഹാനല്ലാഹ്. വന്ന 2 സഹാബാക്കളോട്, സഹാബാക്കൾ വാർത്ത പറയുന്നത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ ജനങ്ങള് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എന്ത്? നമ്മോട് യുദ്ധമില്ല, കരാറിൽ ഒപ്പിട്ട ജൂതന്മാർ നമുക്കെതിരായിട്ടില്ല എന്ന സന്തോഷ വാർത്ത കിട്ടണം. ആ കിട്ടണം എന്നതുകൊണ്ട് തന്നെ അവര് നല്ല വാർത്തയായിരിക്കും ലഭിക്കുക എന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് അവര് കുസുകുസുക്കി പതുക്കെ സംസാരിച്ചു. സംഭവം കേട്ടത് ശരി തന്നെയാണ്. അവർ നമ്മളോട് കൂറുമാറിയിരിക്കുകയാണ്. ഈ വാർത്ത കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരും ഇത് പറഞ്ഞപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞില്ല. അദ്ലുൻ വൽ ഖാറ യാ റസൂലല്ലാഹ് എന്നാ പറഞ്ഞത്. എന്താ അദ്ലുൻ വൽ ഖാറ എന്ന് പറഞ്ഞാൽ? ഇത് 2 വഞ്ചനയുടെ ചരിത്രമാണ്. വഞ്ചനയിലൂടെ സഹാബാക്കളെ വധിച്ചതായ 2 അറബി കബീലയുടെ പേരാണ് എന്ത്? അദ്ലുൻ വൽ ഖാറ എന്ന്. ഈ പദമാണ് ആ സഹാബാക്കൾ വന്നിട്ട് പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ പ്രതിനിധികളല്ലേ, അവരും യുക്തിയുക്തം ബുദ്ധിപൂർവമല്ലേ സംസാരിക്കുള്ളൂ. ഇത് കേട്ട മാത്രമേ റസൂലുള്ളാഹിന്റെ വാക്ക് കേൾക്കുക. അതാണ് റസൂൽ അല്ലാഹു അക്ബർ, വീര്യം ഉണ്ടാക്കുന്ന സഹാബാക്കളിൽ വീര്യമുണ്ടാക്കുന്ന കേൾക്കുന്ന എന്ത് മനസ്സിലാക്കി? നമുക്ക് നല്ല വാർത്ത കിട്ടിയത്, നമുക്ക് വിജയമാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിൽ എന്ന പോലെ, അതുപോലെ തായിഫിൽ എന്ന പോലെ നമ്മുടെ ദൂതരുടെ ജീവിതത്തിൽ ആ സകലം പരിശോധിച്ച് നോക്കിയാൽ പരീക്ഷണത്തിൽ ഉത്തുംഗശൃംഗത്തിലേക്ക് എത്തുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങട്ട് എതിരിൽ പ്രാർത്ഥിക്കുന്നതിന് പകരം തായിഫിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? മലക്ക് വന്നിട്ട് ഇവരെ നശിപ്പിക്കട്ടെ എന്ന് തായിഫുകാരാകുന്ന സഖീഫികളോട് കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അതിന് മഹാനായ റസൂലുള്ളാഹി പ്രത്യുത്തരം നൽകിയത് എന്താണ്? ഇല്ല, ഞാനിവിടെ നശീകരണത്തിന് വേണ്ടി വന്ന ആളല്ല, നശിപ്പിക്കൽ എൻ്റെ ലക്ഷ്യമല്ല. എൻ്റെ ലക്ഷ്യം ജനങ്ങളെ പുനരുദ്ധാരണത്തിലേക്ക്, നന്മയിലേക്ക്, തൗഹീദിലേക്ക്, സത്യത്തിലേക്ക്
ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോക്കാണ്. അതുകൊണ്ട് ഇവരുടെ സന്തതികളിൽ മക്കളിൽ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവരുണ്ടാവുകയാണെങ്കിൽ അത് നഷ്ടപ്പെടുകയില്ലേ, എല്ലാവരും നശിച്ചാൽ അതുകൊണ്ട് നശിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് മടക്കിയാക്കുകയും എന്നിട്ട് ചില റിപ്പോർട്ടുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള രംഗങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. എൻ്റെ സമൂഹത്തിന് നീ പുറത്തു കൊടുക്കണം, അവർ വിഡ്ഢികളാണ്, അറിവില്ലാത്തവരാണ്, അതുകൊണ്ടാണ് അങ്ങനെയുള്ള തോന്നിവാസം ചെയ്തു പോയത് അല്ലെങ്കിൽ ചെയ്തത് എന്ന് അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവിധി പറയലുണ്ടായിരുന്നു അള്ളാഹിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഒഴിവീഴ് പറയലുണ്ടായിരുന്നു അള്ളാഹിൻ്റെ മുമ്പിൽ. അപ്പോൾ ഇത് മക്ക ഇമാം എന്ന് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ വളരെ ഷോർട്ടായ ശൈലി മാത്രമാണ്, വളരെ നീട്ടി വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മദീന ഇമാമിൻ്റെ പ്രസംഗം പറയേണ്ടതുമില്ല. ഞാൻ ഉപദേശിക്കുന്നു ഈ മതവിദ്യാർത്ഥികളോട് പള്ളിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി, പള്ളിയെക്കുറിച്ച് റിസർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ലോക മുസ്ലിം വിദ്യാർത്ഥികൾക്ക് താക്കോലാണ് ഇന്ന് മദീന ഇമാം നൽകിയത്. ആ താക്കോൽ ഉണ്ടാക്കുക, ശേഖരിക്കുക, കാശ് കൊടുത്തിട്ടാണെങ്കിൽ താക്കോൽ സമ്പാദിക്കുക. ഇന്ന് പ്രയാസമൊന്നുമില്ല, കാശ് കൊടുക്കാതെ നെറ്റിലിറങ്ങിയാൽ കിട്ടും. ഇപ്പോൾ നെറ്റിലിറങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ലഭിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ പ്രസംഗം യഥാർത്ഥത്തിൽ പള്ളിയെക്കുറിച്ച് ഇവിടെ ഈ സാധുവിൻ്റെ ചെറിയ എളിയ ശൈലിയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പള്ളികളുടെ മര്യാദകൾ എന്നൊക്കെ പറയുന്ന കേസറ്റുകൾ ഇവിടെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ പള്ളിയിൽ പ്രസംഗിക്കാൻ ഇപ്പോൾ അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടി 15 വർഷമായി. ഇപ്പോൾ 15ാമത്തെ വർഷമാണ് നാം ഇപ്പോൾ പ്രസംഗിക്കുന്നത് പള്ളിയിൽ. ഈ പള്ളിയിൽ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നടത്തിയതായ ക്ലാസ്സുകളിൽ പള്ളികളെക്കുറിച്ച് കേസറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ കേസറ്റുകളിൽ ഞാൻ ചർച്ചക്കെടുക്കാത്ത പല വിഷയങ്ങളും അതേസമയത്ത് നമുക്കെല്ലാം പലപ്പോഴും കേട്ട് പരിചയമുള്ളതും അതുപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടതുമായ പല കാര്യങ്ങൾ അദ്ദേഹം ഇന്നത്തെ ചർച്ചയിൽ ഉൾക്കൊള്ളിക്കുകയുണ്ടായി. അത് വളരെ അനിവാര്യമാണ് മതവിദ്യാർത്ഥികൾ പഠിക്കലും അറിയലും എന്നത് പ്രത്യേകം ഉണർത്തുന്നു. കാരണം നമുക്ക് ടൈമില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും പറയാൻ വരെ നമുക്ക് ഇപ്പോൾ ടൈം തികയുന്നതല്ല. അത്രയും വിശാലതയോടുകൂടിയാണ് അദ്ദേഹം പള്ളിയെക്കുറിച്ച് സംസാരിച്ചത്. സഹോദരന്മാരെ, സഹോദരികൾ, അതിൽ പ്രധാനപ്പെട്ട പോയിന്റാണ് ഞാൻ നിങ്ങളോട് പള്ളി ആരെ പരിപാലിക്കണമെന്ന് അള്ളാഹ് കൽപ്പിച്ച കൽപ്പനയിൽ നിങ്ങൾ പള്ളിയെ പരിപാലിക്കുമ്പോൾ ആ പള്ളിയെ പരിപാലിക്കുന്നവർ ഏകദൈവ വിശ്വാസികളായിരിക്കണം. അല്ലാത്ത പക്ഷം ചിലപ്പോൾ അവിടുന്ന് ലീസ്റ്റ് വരും, ഇവിടുന്ന് ലീസ്റ്റ് വരും. ആ പള്ളി തകർത്തണം, ഈ പള്ളി തകർത്തണം, ആ പള്ളി തരിപ്പണമാക്കണം. കാരണം ആ പള്ളിയെ സ്ഥാപിച്ച ലക്ഷ്യത്തിന് വേണ്ടിയല്ല അവിടെ ജീവിക്കുന്നത്. അപ്പോൾ എന്ത് വേണ്ടി വരും? ആ പള്ളിയെ തകർത്തപ്പെടേണ്ടി വരും. മനസ്സിലല്ലേ? അതുകൊണ്ടാണ് പള്ളിയെ തകർത്തണമെന്ന ലീസ്റ്റ് വരുന്നത്. അതേ സമയത്ത് അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി സ്ഥാപിച്ച പള്ളി, അതിന്ന് മദീന ഇമാം പറയാണ്, അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ. ലോകത്തിലുള്ള സർവ്വ പള്ളികളും സ്ഥാപിക്കപ്പെട്ടത് അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് പള്ളി സ്ഥാപിച്ച മുസ്ലിങ്ങൾ പള്ളിയിൽ വെച്ചിട്ട് അള്ളാഹിനോട് കൂടി അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ആ മഹാപാപം ചെയ്തു പോകും. അങ്ങനെയുള്ള അവരിൽ വരാൻ സാധ്യതയുള്ള തെറ്റാണ്, അവിടെ പാടില്ല എന്ന് പറഞ്ഞത്. അള്ളാഹിന്റെ കൂടെ നിങ്ങൾ പള്ളിയിൽ വെച്ചിട്ട് ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. അർദ്ധരാത്രി ഫോൺ വരാം, മൗലവി നിങ്ങളവിടെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കേട്ടോ. ഞാനിങ്ങനെ മൊബൈൽ വന്ന ശേഷമാണ് ഫോൺ, മൊബൈലിൽ കേൾക്കാണ്. അപ്പോൾ കേൾക്കാൻ എന്താ ശബ്ദം? ആരുടെ? നമ്മുടെ കൗമിൻ്റെ. എവിടെ? 10 മണിക്ക് 12 മണിക്ക് ശേഷം അല്ലെങ്കിൽ 12 മണി സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ 12 മണി സമയത്ത് ശബ്ദം എന്താണ്? മൗലവി നിങ്ങൾ മനസ്സിലാക്കരുത്, നിങ്ങൾ കേൾക്കുന്ന പെണ്ണുങ്ങളെ ശബ്ദം അവരെ വീട്ടിലാണെന്നല്ല, പള്ളിയിൽ തന്നെയാണ് പെണ്ണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചിരുന്നിട്ട് യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കാം. അത് മൊബൈലിൽ കൂടി ഞാൻ കേട്ടതാണ്. എനിക്ക് കാലിക്കറ്റിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത് സംഭവിച്ച നാട്ടിൽ വെച്ചിട്ടോ നമ്മുടെ ക്ലാസ് മെമ്പർ കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും ക്ലാസ് കേൾക്കുമ്പോൾ ഡോക്ടർ ഇബ്രാഹിം കുട്ടി എന്ന പേരിൽ 10-20 കൊല്ലം ഇവിടെ ഡോക്ടറായിരുന്ന, ഇവിടുത്തെ നഫ്സി ഹോസ്പിറ്റൽ സർജനായിരുന്ന വ്യക്തിയുണ്ട്, നിങ്ങൾക്കറിയാം. അദ്ദേഹം ഇവിടെ വെച്ചിട്ട് പലപ്പോഴും ഞാൻ എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ ഇത്ര സ്ട്രോങ്ങിൽ പറയേണ്ടതുണ്ടോ എന്നൊക്കെ മൂപ്പർക്ക് തോന്നിപ്പോകാറുണ്ടെന്നാണ്. നാട്ടിലേക്ക് പോയപ്പോൾ ഞാൻ അത്ര പറഞ്ഞ പോരാ എന്ന ആ അഭിപ്രായം പറഞ്ഞിട്ട് മൂപ്പര് വിളിച്ചു പറഞ്ഞു, മൗലവി നിങ്ങളെ പറഞ്ഞ പോലെ പോരാ, സ്ട്രോങ് കുറച്ച് കൂട്ടണം. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ദീൻ കൊണ്ട് മതം കൊണ്ട് പന്താടുന്ന സൈസാണ് ഇവിടെ ജീവിക്കുന്ന
മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം അള്ളാഹു ഹിദായത്തിലാക്കട്ടെ. എൻ്റെ നാടാകുന്ന അദ്ദേഹത്തിൻ്റെ നാട്, എൻ്റെ നാടാകുന്ന പൊന്നാനിയിൽ ഇതുവരെ ഉറൂസില്ലാത്തതായ മഖ്ദൂമിങ്ങളുടെ ആ ഖബറുകളെ ഇതുവരെ 300-400 കൊല്ലമായി മഖ്ദൂമികൾ മരിച്ചിട്ട് അവരുടെ ഖബറുകളെ ഇതുവരെ കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിലായി കെട്ടിപ്പൊക്കപ്പെടാൻ ആരംഭിച്ചു, അവിടെ തോന്നിവാസങ്ങൾ നടക്കാൻ ആരംഭിച്ചു എന്ന രൂപത്തിലൊക്കെ സംസാരിച്ച പല പൊന്നാനിക്കാരുടെ ഫോണുകളും എൻ്റെ ഓർമ്മയിൽ നിന്നിട്ട് വിട്ടില്ല. ഇതൊക്കെ പറയുന്നത് കേരളക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നതുകൊണ്ട് കേരളക്കാര് വളരെ ഗൗരവത്തോടു കൂടി ഗൗനിക്കണം. ഇവിടെ താമസിക്കാനുള്ള ചാൻസ് കിട്ടിയവരെ, ഈ ശബ്ദം കേൾക്കാൻ ചാൻസ് കിട്ടിയവരെ, അള്ളാഹു നമ്മളിൽ ഏൽപ്പിച്ചതായ ഈ ബാധ്യതയാണ് ഇത്. എന്ത്? അള്ളാഹിന്റെ മതത്തെ ഞങ്ങൾ ഏറ്റെടുത്തു. അള്ളാഹു ഞങ്ങൾ അയച്ചത് അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഈ തത്വം അള്ളാഹിന്റെ മതമാണ് ലോകത്തിൽ വ്യാപകമാകേണ്ടത്. അവൻ്റെ മതമാണ് ഇവിടെ നടപ്പാക്കപ്പെടേണ്ടത്. അവൻ്റെ മതമാണ് ഇവിടെ ഓരോ മനുഷ്യൻ്റെ വ്യക്തി, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ ജീവിതത്തിൽ ഫിറ്റാക്കേണ്ടത് എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ നീയുമായിട്ട് അഗ്രിമെൻ്റ് നടത്തിയത്. ആ അഗ്രിമെൻറ്റിനെ കുറിച്ച് പുതുക്കിക്കൊണ്ടേ ഇരിക്കാനുള്ളതായ ഖുതുബകളാണ് മക്കത്തും മദീനത്തും ഈ സുഹദ് അറബിയുടെ എല്ലാ മെമ്പറിൻ്റെ വീതയും സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഖുതുബകൾ ലോകത്തിൽ ആസകലം ഉണ്ടായിരിക്കാം, എവിടെയും ഇല്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ലോകത്തിൽ ബഹുഭൂരിപക്ഷം അത് മനസ്സിലാക്കേണ്ടതുപോലെ അത്ര ഗൗരവം നൽകി മനസ്സിലാക്കാറില്ല. എന്നതുകൊണ്ട് ഈ ഗൗരവത്തോടു കൂടി കാര്യം ഗൗനിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് കൊണ്ട് ഇത് നിങ്ങൾ അള്ളാഹ് ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ച് ശരിക്ക് ഗൗരവത്തോടു കൂടി ഗൗനിച്ച് അതിൽ നിന്നിട്ട് നാം ആ ചോദ്യത്തിന് മറുപടി നൽകാനുള്ളതായ ചുറ്റുപാട് അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തുക, ഉണ്ടാക്കുക. അള്ളാഹു അതിന് നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മക്ക ഇമാമ പറഞ്ഞതുപോലെയുള്ള ധാരാളം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. പരീക്ഷണങ്ങൾ നേരിടാത്തവർക്ക് സ്വർഗമില്ല. സ്വർഗത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരോട് അള്ളാഹ് ചോദിച്ച ചോദ്യം അങ്ങനെയാണ്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, മക്ക ഇമാം, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന ولما يأتكم مثل الذين من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. ألف لام ميم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. സൂറത്തിന്റെ തുടക്കം തന്നെ, ഒരു സൂറത്തിന്റെ തുടക്കം തന്നെ അള്ളാഹ് പറയുന്നു ഹസിബന്നാസ്, മനുഷ്യന്മാർ തെറ്റിദ്ധരിച്ചു പോയോ, അയ്യുത്രക്കു, അവരെ ഞാൻ വിടുമെന്ന്, വെറുതെ വിടുമെന്ന്, അയ്യക്കൂലു, അവർ പറഞ്ഞതുകൊണ്ട് ആമന്നാ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ കനേഷ്മാര് മുസ്ലിങ്ങൾ, ജനന സർട്ടിഫിക്കറ്റ് മുസ്ലിങ്ങൾ. എന്താ ഇസ്ലാമുമായുള്ള ബന്ധം? എന്റെ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ് മുസ്ലിമിന്റെ സർട്ടിഫിക്കറ്റ് ആണ്, അതാണ് ബന്ധം. മനസ്സിലല്ലേ? അവരെ ആ ഉൾക്കൊണ്ട ആദർശത്തിന് വേണ്ടി പരീക്ഷിക്കപ്പെടാതെ അവർക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കിട്ടുമെന്നാണോ മറ്റായത്തിൽ അല്ലാഹ് പറഞ്ഞ ശൈലി കേട്ടില്ലേ? ശ്രദ്ധിക്കണം, പേടിപ്പിക്കുന്ന വാക്കാണ്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെന്ന പൂതിയുണ്ടോ? അതാണ് റസൂലുള്ളാഹ് മക്കയിൽ വെച്ചിട്ട് ഖബ്ബാബിനോട് പറഞ്ഞത്. നിങ്ങൾക്ക് ധൃതിയാണ്, ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല, ക്ഷമിക്കന്നെ. മനസ്സിലായില്ലേ? അപ്പോൾ അവരോട് ക്ഷമിക്കാൻ പറഞ്ഞതുകൊണ്ട്, അവർ ക്ഷമിക്കാൻ അർഹപ്പെട്ടവരായതുകൊണ്ട് അവർ ക്ഷമിച്ചു. മന്ദം പിടിച്ച കുന്തങ്ങളെ പോലെയുള്ള മുസ്ലിങ്ങൾ പിൻകാലഘട്ടത്തിൽ വരുന്നവരുണ്ട്. നിങ്ങളെക്കുറിച്ചല്ല, പിൻകാലഘട്ടത്തിൽ വരുന്നതായ കാനേഷ്മാർ, മുസ്ലിങ്ങൾ, ജനറൽ സർട്ടിഫിക്കറ്റ് മുസൽമാന്മാർ, അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്നതായ ആ മുസ്ലിങ്ങളുടെ യുഗത്തിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള മഹാത്മാക്കൾ, ഈ റസൂലുള്ളാഹി, ഈ സഹാബാക്കൾ, ഈ നബിമാർ ചെയ്തതായ അനുഭവിക്കേണ്ടി വന്നതായ ആ പരീക്ഷണങ്ങളെല്ലാം അവരുടെ മുമ്പിൽ വെക്കുമ്പോൾ അവർക്ക് പാഠമാവട്ടെ, അങ്ങനെയുള്ളവർക്ക് പാഠമായി മാറട്ടെ എന്ന ആ ലക്ഷ്യം മുമ്പിൽ വെച്ചിട്ടാണ് നമ്മുടെ നേതാക്കൾ പണ്ട് തന്നെ സംസാരിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ ധൃതി കൂട്ടേണ്ടതില്ല എന്ന് ഖബ്ബാബിനോട് പറഞ്ഞത് എന്ന് മക്ക ഇമാം പറഞ്ഞതുപോലെ. തുറന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളിലൊക്കെ പറയേണ്ട സന്ദർഭം വരുമ്പോൾ പറയാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ പറഞ്ഞതിനെ നമ്മിൽ നിന്നിട്ട് അതിലുള്ള തെറ്റുകളെ നെഗറ്റീവ് കൊണ്ട് നമ്മിൽ നിന്നിട്ട് സൽക്രമമായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നിൻ്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സേവിക്കാനുള്ളതായ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷി ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേനാഥ. അപ്രകാരം ഞങ്ങൾക്ക് ഇതോടൊപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം പ്രത്യേകമായി ഇഖ്ലാസ് നൽകണേനാഥ, ഇഖ്ലാസ് നൽകണേനാഥ, ആരോഗ്യം നൽകണേനാഥ. പലരും രോഗമുണ്ട്, വാപ്പാക്ക് രോഗമുണ്ട്, ഉമ്മാക്ക്, ഞങ്ങളുടെ കുടുംബത്തിൽ പലർക്കും രോഗമുണ്ട്, സുഖമാവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. അവരിൽ നിന്നിട്ട് നമ്മളോട് ആവശ്യപ്പെട്ട എല്ലാ സഹോദരന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ആരോഗ്യം നൽകട്ടെ. ഇസ്ലാമിൽ അടിയുറച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. അവർക്ക് മരണം വരെ അവരുടെ ആരോഗ്യത്തിലൂടെ, ആഫിയത്തിലൂടെ അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ നടപ്പാക്കാൻ തൗഫീഖ് നൽകട്ടെ. അഥവാ അവരിലോ നമ്മളിലോ ആരെയെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗത്തിലൂടെ മരിപ്പിക്കാനാണ് അള്ളാഹിൻ്റെ മുൻ തീരുമാനമെങ്കിൽ അവരുടെ അന്ത്യം നന്നാക്കട്ടെ, അവരുടെ അന്ത്യം നന്നാക്കട്ടെ. അവരുടെയും നമ്മുടെയും അന്ത്യത്തെ അള്ളാഹു നന്നാക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد حكام بلاد الحرمين وجنود بلاد الحرمين سوءا اللهم فأشغله في نفسي وجعل تدميره يا رب العالمين. اللهم انصر من نصر الدين وخذل من خذل الدين. اللهم أعز الإسلام والمسلمين في كل مكان، أعز الإسلام والمسلمين في كل مكان، أعز الإسلام والمسلمين في كل مكان. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.